യുദ്ധക്കളത്തിലായാലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലായാലും ഇനിയിപ്പോ സിനിമയിലായാലും ശരി, ഇന്ത്യയോട് മുട്ടാൻ വരുമ്പോൾ പാകിസ്ഥാന്റെ വിധിയിൽ മാറ്റമൊന്നുമില്ല. ഇതുപോലെ ഭൂലോക തോൽവിയായ ഒരു രാജ്യം വേറെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഏറ്റവും പുതിയ വാർത്ത കേട്ടാൽ നിങ്ങൾ ചിരിച്ച് ചാകും. ഇന്ത്യയെ ഒന്ന് വിറപ്പിക്കാൻ നോക്കി പാകിസ്ഥാൻ ഇറക്കിയ ഒരു സിനിമ കൈവരിച്ചിരിക്കുന്നത് ലോകം ഇന്ന് വരെ കാണാത്ത ഒരു ചരിത്ര റെക്കോർഡാണ്. ആ റെക്കോർഡ് എന്താണെന്നല്ലേ? സിനിമ കാണാൻ ആകെ വന്നത് വെറും 22 പേർ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 22 ടിക്കറ്റുകൾ മാത്രം വിറ്റുപോയതോടെ സിനിമ പെട്ടിയും പ്രമാണവും മടക്കി തിയേറ്ററിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. ഇന്ത്യൻ സ്പൈ ത്രില്ലർ ചിത്രം ദുരന്തർ 2 തകർത്തോടുമ്പോഴാണ് അതിന് മറുപടി കൊടുക്കാൻ മേരാ പ്യാരി ലാരി എന്നൊരു സിനിമയുമായി പാകിസ്ഥാൻ ഇറങ്ങി തിരിച്ചത്. ദുരന്തറിൽ കറാച്ചിയിലെ ലാരി എന്ന പ്രദേശത്തെ മോശമായി കാണിച്ചു എന്നതായിരുന്നു ഇവന്മാരുടെ പരാതി. എന്നാൽ ലാരിയുടെ സൽപ്പേര് വീണ്ടെടുക്കാൻ ഇറങ്ങിയ പാകിസ്ഥാന്റെ ഈ ബഡായി പടം ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. പാകിസ്ഥാനികൾക്ക് പോലും വേണ്ടാത്ത അവസ്ഥ. മെയ് 8 റിലീസ് ചെയ്ത പടം ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ വിറ്റുപോയത് വെറും 22 ടിക്കറ്റുകൾ മാത്രം. തിയേറ്റർ ഉടമകൾക്ക് കറണ്ട് ചാർജ് പോലും കിട്ടില്ലെന്ന് ഉറപ്പായതോടെ ഒറ്റ ദിവസം കൊണ്ട് പടം അങ്ങ് പെട്ടിയിലാക്കി പറഞ്ഞു വിട്ടു. സിനിമയുണ്ടാക്കാൻ അറിയാത്തവന്മാർ ഇന്ത്യൻ സിനിമയോട് മുട്ടാൻ വന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അബു അലിഹ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ കളികളൊക്കെ നടന്നിരുന്നു. സിന്ധ് ഇൻഫർമേഷൻ മന്ത്രി ഷർജീൽ ഇനാം മേമൻ ഒക്കെ നേരിട്ടിറങ്ങിയാണ് പടത്തിന് വേണ്ടി കൊട്ടിഘോഷിച്ചത്. ഇന്ത്യയുടെ നെഗറ്റീവ് പ്രചാരണങ്ങൾക്ക് പാകിസ്ഥാന്റെ ചുട്ട മറുപടിയാണ് ഈ സിനിമ എന്നൊക്കെയായിരുന്നു മന്ത്രിയുടെ തള്ള്. എന്നാൽ സിനിമ കാണാൻ പാകിസ്ഥാനിലെ സ്വന്തം ജനങ്ങൾ പോലും എത്തിയില്ല എന്നതാണ് വാസ്തവം. ആയിഷ ഒമർ, ധനാനീർ മൊബീൻ തുടങ്ങിയ പാക് സിനിമാ ലോകത്തെ വമ്പൻ സ്രാവുകളൊക്കെ അഭിനയിച്ചിട്ടും പടം 8 നിലയിൽ പൊട്ടുകയായിരുന്നു. അപ്പോഴും അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത് പാകിസ്ഥാനിൽ നിരോധിച്ച ഇന്ത്യൻ സിനിമ ദുരന്തർ 2 ആണെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. ദുരന്തർ 2 മാത്രമല്ല, പാകിസ്ഥാനിൽ ഏറ്റവും ജനപ്രീതി നേടിയിട്ടുള്ളതെല്ലാം ഇന്ത്യൻ സിനിമകൾ തന്നെയാണ്. പാകിസ്ഥാനിൽ ഏറ്റവും ജനപ്രീതിയുള്ള സൂപ്പർ സ്റ്റാറുകൾ ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും രൺവീർ സിംഗും രൺബീർ കപൂറും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ അവരുടെ സിനിമാ ഇൻഡസ്ട്രിയുടെ നിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻകാരുടെ ഉള്ളിൽ തീയാണ്. ദുരന്തർ ഒരു ബിഗ് ബജറ്റ് സ്പൈ ത്രില്ലർ ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ കാശുണ്ടാക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് ഒരു ലോ ബജറ്റ് സ്പോർട്സ് മൂവിയാണ്. ഫുട്ബോൾ കളിയും നാട്ടുവിശേഷവും ഒക്കെ പറഞ്ഞ് ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ച പാകിസ്ഥാൻ സിനിമാക്കാരുടെ ബുദ്ധിയെ സംഭവിക്കണം. സ്വന്തം സിനിമ കാണാൻ ആളില്ലാതാകുമ്പോൾ അത് ഇന്ത്യയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇനി ഇവർ കരയാതിരുന്നാൽ മതിയായിരുന്നു. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തോൽക്കുമ്പോൾ ബാറ്റ് ശരിയല്ല എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പിച്ച് ശരിയല്ല എന്നൊക്കെ പറയുന്നത് പോലെ തിയേറ്ററിൽ ആളില്ലാത്തതിന് ഇവർ ഇനി എന്ത് ന്യായമാണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച ബാഹുബലി, RRR, KGF, പുഷ്പ, ദുരന്തർ ഒക്കെയാണ് പാകിസ്ഥാനികൾക്ക് പ്രിയം. പാകിസ്ഥാനി തിയേറ്ററുകൾക്ക് ലാഭം കൊയ്യണമെങ്കിൽ ഇന്ത്യൻ ചലച്ചിത്രങ്ങൾ കാണിക്കണമെന്ന അവസ്ഥയാണ്. ദുരന്തറിനെ വിലക്കിയിട്ടും പാകിസ്ഥാനികൾ പടം ഡൗൺലോഡ് ചെയ്തും നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ സിനിമ ഒളിച്ചും പാത്തും കണ്ടു. പാകിസ്ഥാനിലെ ലാരി എന്ന പ്രദേശത്തിലെ ഭീകരവാദ അധോലോക നെറ്റ്വർക്കിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ദുരന്തറിലെ 2 ഭാഗങ്ങളും പാകിസ്ഥാനിൽ വൻ തരംഗം സൃഷ്ടിച്ചത് അതുകണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഈ മാൻഡ്രേക്ക് പടവുമായി പാകിസ്ഥാൻ സിനിമാ ഇൻഡസ്ട്രിയിലെ കൊടികൊണ്ട ദേശസ്നേഹികൾ ഇറങ്ങിയത്. ചുരുക്കത്തിൽ വെള്ളിത്തിരയിൽ ഇന്ത്യയോട് മുട്ടാൻ നോക്കിയ പാകിസ്ഥാനിൽ ലഭിച്ച നാണക്കേടായി മേരാ ലാരി മാറി. 22 ടിക്കറ്റ് എന്ന ഈ മാന്ത്രിക സംഖ്യ പാകിസ്ഥാൻ സിനിമയുടെ ചരിത്രത്തിൽ എന്നും സുവർണ അക്ഷരങ്ങളിൽ എഴുതി വെക്കപ്പെടും. ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇനി ഇറങ്ങുമ്പോൾ കുറഞ്ഞത് 23 ടിക്കറ്റെങ്കിലും വിൽക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ എങ്ങനെയാ? മേരാ പ്യാരി ലാരി അല്ല, മേരാ ഫ്ലോപ്പ് ലാരി. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് മറ്റൊരു സാധാരണ ദിവസം മാത്രം. കാരണം തോൽവി അവർക്ക് പുത്തരിയില്ലല്ലോ. എന്നാലും പാക്കികളുടെ ഒരു ഗതികേട് നോക്കണേ. സ്വന്തം നാടിനെ പറ്റി നല്ലൊരു സിനിമ കാണണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും സിനിമ ചെയ്യേണ്ട അവസ്ഥയാണ്. വല്ലാത്തൊരു ഗതികേടാണ്.